ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ മരണനിരക്ക് കുറവാണെന്ന് പറയും. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ, നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്, നമ്മുടെ ആധ്യാത്മിക കർമ്മങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മാനവൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും ദുഃഖത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം, അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ദൈവഹിതപ്രകാരമുള്ളതാണോ? ഇത്രയും പാടുപീഡകൾ സഹിച്ച് അതിദാരുണമായി ഇത്രയും വേദനാജനകമായ ഒരു കുരിശുമരണത്തിന് എന്താണ് യേശുവിനെ പ്രേരിപ്പിക്കുന്നത്? ദൈവത്തിൽ ആയിത്തീരുവാൻ നമുക്ക് വേണ്ട ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിസ് ഈസ് ദ എസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ദിസ് ഈസ് ദ എസെൻസ് ഓഫ് ഇറ്റേണൽ ഗോസ്പൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാരിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചൊന്ന് പൂർത്തിയാക്കണം വിചാരിക്കുക. എങ്കിലും നമ്മൾ ഇന്നത്തെ സുവിശേഷ വചനം കേൾക്കുന്നതിന് നമ്മൾ ഒരുങ്ങുന്നതിന് മുൻപ് പൗലോസ്ലീഹയുടെ ഒരു ആശീർവാദത്തോടെ അല്ലെങ്കിൽ അഭിവാദനത്തോടെ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് ഇറങ്ങാം. കാരണം നമ്മുടെ സനാതന സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ ക്രൈസ്തവപരമായ എല്ലാ ആധ്യാത്മിക കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ ആയിത്തീരുക എന്നാണ്. ദൈവത്തിൽ ആയിത്തീരുവാൻ നമുക്ക് വേണ്ട ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശുദ്ധി. അപ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെ കൊരിന്തോസ്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. കൊരിന്തോസിലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും കാരുണ്യം ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം ഈ സുവിശേഷ പ്രഘോഷണത്തിന്, ഈ സനാതന സുവിശേഷം നമ്മൾ ഹെഡ്ലൈൻ ഇടുമ്പോൾ നമ്മൾ വളരെ ക്ലിയറാണ്. വാട്ട് ഈസ് അവർ ഗോൾ? നമ്മൾ എന്തായി തീരണം, നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയത്, നമ്മൾ യുഗാന്തത്തെക്കുറിച്ചുള്ള ആ ടോപ്പിക്ക് നമ്മൾ എടുത്തു പോയത് വളരെ ദൈവത്തിന് വലിയൊരു പരിപാലനയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു സത്യത്തെ ദൈവം കൃത്യമായി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈഡഗർ എന്ന് പറയുന്ന ഫിലോസഫർ, തത്വചിന്തകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവം ഒരു സാധ്യത മനുഷ്യരുടെ മുമ്പിൽ വെച്ചിരിക്കുക. എന്താണ് ആ സാധ്യത? ക്രിസ്തു, യേശു ക്രിസ്തു, ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ്. അപ്പോൾ അവനെ പോലെ ആയിത്തീരുക എൻ്റെയും നിങ്ങളുടെയും ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ആൻഡ് നത്തിങ് എൽസ്. ആൻഡ് വി ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. അല്ലാതെ നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക, അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടണ്ടേ? ലോകത്തിലെ കാര്യങ്ങൾ നേടണം. ലോകത്തെ കാര്യങ്ങൾ നേടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമല്ല. ലോകത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ വിദ്യാഭ്യാസം എന്തിനുള്ളത്? വിദ്യാഭ്യാസം ജോലി മേടിക്കാനുള്ള ഒരു പരിപാടിയല്ല. വിദ്യാഭ്യാസം ഈസ് എംപവറിങ് യുവർ ഐഡൻറ്റിറ്റി, ഹൂ യു ആർ. നീ എന്തായിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും നിൻ്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ നിൻ്റെ ഐഡൻറ്റിറ്റീനെ എംപവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസത്തിൻ്റെ പേരാണ് വിദ്യാഭ്യാസം. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളൊരു വകുപ്പായിട്ട് അല്ലെങ്കിൽ ജോലി നേടാനുള്ള വകുപ്പായിട്ട് പറഞ്ഞു. നോ, ദാറ്റ് ഈസ് നോട്ട് ദ പർപ്പസ് ഫോർ വിച്ച് എഡ്യൂക്കേഷൻ ഈസ് ബീൻ ഓർഡൈൻഡ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുക, ജോലി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല വിദ്യാഭ്യാസം. നീ ആരാണ്? നീ ദൈവത്തിൻ്റെ മകനാണ്. ഈ ദൈവത്വത്തിലേക്ക് വളരാൻ നിന്നെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായൊരു സംവിധാനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ അലസനാണ്, മനുഷ്യൻ തന്നെ സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ്, അവൻ ലൗകികനാണ്. അപ്പോൾ ഈ നമ്മുടെ അടിസ്ഥാനപരമായി ഈ സ്വഭാവ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഡിസിപ്ലിൻ ഓർഡർ ആക്കാനുള്ളൊരു സംവിധാനമാണ് വിദ്യാഭ്യാസം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം നമ്മളിത് മനസ്സിലാക്കിയതിൽ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ വഴിയിലേക്ക് പോകണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിദ്യാഭ്യാസം വേണം, അറിവ് വേണം. പക്ഷേ
എന്തോരമാണ് ഈ ലോകത്തിലെ അറിവ്. എപ്പോഴും പറയും നമ്മുടെ ബുദ്ധി ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ 92% ദൈവം ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. only 8% is meant for this world. അത്രേ ഉള്ളൂ ഈ ലോകത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മുടെ ബുദ്ധി ക്രമീകരിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ കുറേ കാണാപ്പാഠം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതി കുറച്ച് മാർക്ക് മേടിക്കുന്ന സംവിധാനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമ്മൾ കടന്നു പോകണം. പക്ഷേ ഈ കടന്നു പോകുമ്പോൾ എന്ത് വേണം? നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ത്യജിക്കുക. ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുക. ദിസ് ഈസ് ഹൗ വി ഹാവ് ബീൻ ഫോംഡ്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളത് പൂർത്തീകരിച്ചാൽ ഈ വിദ്യാഭ്യാസം നമ്മളെ വിശുദ്ധീകരിക്കും. ദെൻ നമ്മുടെ തൊഴിൽ എന്തിനുള്ളതാണ്? തൊഴിൽ നമ്മൾ പണം ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയല്ല. തൊഴിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മൗലിക ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, വളർത്തുവാൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ കഴിവും അധ്വാനങ്ങളെ നമ്മളതിനെ ശുശ്രൂഷയായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യും. സത്യം, നീതി, കരുണ, ഇതായിരിക്കണം തൊഴിലിൻ്റെ എല്ലാ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം. ഇതായിരിക്കണം. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ തൊഴിൽ നമ്മളെ വിശുദ്ധീകരിക്കും. കാരണം ഇറ്റ് ഈസ് ടഫ്, ഇറ്റ്സ് എ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി കുടുംബജീവിതം എന്തിനുള്ളതാണ്? കുടുംബജീവിതം ഇതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ കുടുംബജീവിതം നയിക്കണം. അല്ലാണ്ട് ഈ ലോകം പറയുന്നത് പോലെ കുടുംബജീവിതം നയിച്ചിട്ട് കാര്യമില്ല. കാരണം കുടുംബത്തെ ആരാണ് ഓർഡൈൻ ചെയ്തിരിക്കുന്നത്? ദൈവമാണ് വിവാഹം ഓർഡൈൻ ചെയ്തത്. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ആൻഡ് ഗോഡ് ഹാസ് എ ബ്യൂട്ടിഫുൾ പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്കതിലേക്ക് പുറകെ വരാം. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ ആ കുടുംബജീവിതം നമ്മളെ വിശുദ്ധീകരിക്കും. അങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ദൈവഹിതപ്രകാരം ചെയ്യുമ്പോൾ അത് നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പോൾ ഈ വിശുദ്ധീകരണമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ ഈ ലോകത്ത് കുറേ സാധനങ്ങൾ സ്വന്തമാക്കാനോ അല്ല. അങ്ങനെ വിശുദ്ധീകരിക്കുന്ന ഫലമായി നമുക്ക് ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ലഭിക്കും. പക്ഷേ അതിൻ്റെ പുറകെ ഓടരുത്. അതെന്തിനുള്ളതാണ്? അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നിൻ്റെ സഹോദരൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. വളരെ ക്ലിയറാണ് ഈ കാര്യത്തിൽ, വളരെ ക്ലാരിറ്റി ഉണ്ട്. ബൈബിൾ ഈസ് വെരി ക്ലിയർ. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ദൈവത്തിൻ്റെ കഴിവും സാമർഥ്യമൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കുന്നു. അതനുസരിച്ച് ഈ രീതിയിൽ കഴിവ് അല്ലെങ്കിൽ ഇത്ര കുറവുള്ള മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ഈ മനുഷ്യരെ നമ്മൾ സഹായിക്കണം. നമുക്ക് ദൈവം എക്സസൈസ് തന്നിരിക്കണം. എന്തിനാണ്? അവനെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കുള്ളത് അവൻ്റെ ഉന്നമനത്തിനായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ കൃപയിൽ വളരുന്നു. ദൈവം നമുക്ക് കൃപ തരികയാണ്. ഒപ്പം അവനും നമ്മളും ഒരുപോലെ ആയിത്തീരും. ഇതാണ് ദൈവരാജ്യം എന്നാണ്. അവിടെ ദൈവരാജ്യത്തിൽ ആർക്കെങ്കിലും കൂടുതലോ ആർക്കെങ്കിലും കുറവോ ഇല്ല. പിന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് ചില ക്രമീകരണങ്ങളിനകത്ത് വ്യത്യാസമുണ്ട്. ഉദാഹരണം, ഇപ്പോൾ മാർപ്പാപ്പ എടുക്കുക, അല്ലെങ്കിൽ മെത്രാൻ എടുക്കുക. മെത്രാനായിട്ടുള്ള ഒരു സംവിധാനം വേണം, ഒരു ജീവിക്കാൻ വകുപ്പ് വേണം, യാത്ര ചെയ്യാനുള്ള സംവിധാനം. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചിട്ട് പള്ളിയിലെ കപ്പിയാർ അതുപോലെ നടക്കണം എന്നുള്ളതല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എത്രാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാതെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കപ്പിയാർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു സമത്വം, ആ ഒരു എന്താ പറയുക, എല്ലാവർക്കും എല്ലാം തികഞ്ഞിരിക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളരണം. ഇതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെ ഈ വിശുദ്ധി അറ്റൈൻ ചെയ്യലാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തി ദൈവഹിതപ്രകാരമുള്ളതാണോ എന്നെങ്ങനെ തിരിച്ചറിയാം? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം നമ്മളെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ദൈവഹിതപ്രകാരം നിർവഹിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തികൾ നമ്മളെ വിശുദ്ധീകരിക്കും. പൗലോസ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിച്ച എല്ലാവർക്കും കർത്താവായ യേശു കൃപയും സമാധാനമുണ്ട്. അപ്പം നമ്മുടെ ആത്യന്തികമായ വിളിയാണ് മത്തായി 5:48, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത് നീ ഒരു ദൈവത്തെ പോലെയാകുക, നീ മറ്റൊരു ക്രിസ്തുവായി മാറുക എന്നുള്ളതാണ്. ഇതിൽ കുറഞ്ഞതൊന്നും നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇത്രയും കാലഘട്ടങ്ങളിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പം ആൾക്കാർ ചോദിക്കുകയാണ്, എന്താണ് ഈ ഇത്ര നാൾ സുവിശേഷം പറഞ്ഞിട്ട് എന്താണ് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ കാരണം വെച്ചാൽ നമ്മളിവിടെ ക്രിസ്ത്യാനി ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് ഓൺലി പ്രോബ്ലം. നമുക്ക് കുറേ ബുദ്ധിയുള്ള കുറേ മനുഷ്യരും കുറേ ജോലി ചെയ്യാനും പഠിക്കാനും കപ്പാസിറ്റിയുള്ള കുറേ ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ. ദർ ഈസ് നോ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ബീൻ ഗ്രോൺ അപ്പ്. ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്നില്ല. ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി ഉറയില്ലാത്ത ഉപ്പ് പോലെയാണ്.
അപ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ലക്ഷ്യം, ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലക്ഷ്യം, ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം, ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അപ്പോൾ അവൻ്റെ ജീവൻ നമുക്ക് പങ്കുവെച്ച് തരികയാണ്. പങ്കുവെച്ച് തന്നപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പങ്കുവെക്കലിലൂടെ മാത്രമാണ് നമ്മൾ ക്രിസ്തുത്വത്തിലേക്ക് വളരുക. യുഗാന്ത സുവിശേഷം കേട്ട മനസ്സിലായി, വി ആർ കമ്മിങ് നിയർ ടു ദ ഫൈനൽ ഡേയ്സ്. അപ്പോൾ അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു വിധിയുടെ മുമ്പിൽ നിൽക്കാൻ പോവാണ്. ഒരു വലിയ വിധി നമ്മളെല്ലാവരും കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ വിധി ദിവസം നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മൾ മേടിച്ച മാർക്കിൻ്റെയോ നമ്മൾ സമ്പാദിച്ച പണത്തിൻ്റെയോ നമ്മൾ സ്വന്തമാക്കി ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെയോ അധികാരത്തിൻ്റെ പേരിലല്ല നമ്മൾ വിധിക്കപ്പെടാൻ പോവുക. നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നത് നമ്മൾ ക്രിസ്തുത്വത്തിൽ എത്രമാത്രം വളർന്നു എന്നതിൻ്റെ ബേസിസിലാണ്. സോ വി ഹാവ് ടു ബി വെരി ക്ലിയർ. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ, നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്, നമ്മുടെ ആധ്യാത്മിക കർമ്മങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുക. കാരണം അവൻ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ അവനിൽ നാം എല്ലാവരും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം നമ്മൾ പറയാം, തലയാകുന്ന ശിരസ്സോളം നമ്മൾ ശരീരം വളരണം. ഇതാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏക ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യം നമ്മൾ ചിലപ്പോൾ പറയും, അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്, അങ്ങനെയൊക്കെ നമുക്ക് ആകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആകാൻ പറ്റും. അങ്ങനെ ആകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ദൈവം നുണയനായിട്ട് മാറേണ്ടി വരും. ദൈവം നുണ പറയാറില്ല. കാരണം ദൈവം നമ്മളെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ഈ സാധ്യതയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആധ്യാത്മിക കർമ്മങ്ങളുടെയും ഈ ലോകത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളുടെയും പരമമായ ലക്ഷ്യമെന്ന് പറയണം. അപ്പം ഇങ്ങനെ നമ്മൾ ദൈവഹിതപ്രകാരം, അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതപ്രകാരമുള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനൊരു വളരെ സിമ്പിളൊരു എക്സാമ്പിളാണ് പറയണത്. നമ്മളുടെ പ്രവൃത്തികളൊക്കെ അപരൻ്റെ ആത്മരക്ഷയ്ക്ക് ആയിട്ട് കണക്ട് ചെയ്തായിരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ സഹോദരങ്ങൾ, അവിടെ ജാതി മതഭേദമൊന്നുമില്ല. നമ്മളൊരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ഈ ലോകത്തിൽ ഈ രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഓൺലി ദിസ് ബുക്ക് ഹാസ് ദ ട്രൂത്ത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ലോകത്തിൽ സമത്വവും അല്ലെങ്കിൽ സ്നേഹവും ഐക്യവും എല്ലാം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അത് ഉണ്ടാകണമെങ്കിൽ എന്താണ് വഴിയെന്ന് പറയുന്നത്? എന്താണ്? ബലിയായിത്തീരുക. നിൻ്റെ സഹോദരന് വേണ്ടി ബലിയായിത്തീരുക. ഇതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്ത് കുറേ സമ്പാദിക്കുകയോ ഈ ലോകത്ത് കുറേ സുഖസന്തോഷങ്ങൾ അനുഭവിക്കുകയോ എന്നുള്ളതല്ല. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ശൂന്യവൽക്കരണം, ഇതിന് പറയുന്ന പേരാണ് ശൂന്യവൽക്കരിക്കപ്പെടുക, ബലിയായിത്തീരുക. ഇതാണ് നമ്മൾ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴി. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. വെരി ക്ലിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റോൾ മോഡല്, പെർഫെക്റ്റ് മോഡല്, സത്യത്തിൻ്റെ പൂർണ്ണത അവനിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുക. അവനെ അനുഗമിക്കുക, അവൻ നടന്ന വഴിയിലൂടെ നടക്കുക, അവനെ പോലെ ആയിത്തീരുക. Then this world will be blessed. That is the only way. ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായ ഏക വഴി അതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, എൻ്റെ പ്രവൃത്തികൾ എന്തുമായിക്കൊള്ളട്ടെ, അത് അപരൻ്റെ ആത്മരക്ഷയുമായിട്ട്, സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട്, ആത്മരക്ഷയ്ക്കായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ മാറ്റേണ്ട സമയമായി. അതിനെയാണ് സുവിശേഷം പഠിപ്പിക്കുന്നത് സജീവ പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളും എന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയണം. അപ്പം നമ്മൾ ഇനി മുതൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രവൃത്തിയാകും. അങ്ങനത്തെ പ്രവൃത്തികൾ മാത്രമേ സ്വർഗം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ, രണ്ടുപേരും നമ്മുടെ മുന്നിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ആദവും രണ്ടാമത്തെ ഹൗവ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ, ആദ്യത്തെ ആദവും ആദ്യത്തെ ഹൗവയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി അവരുടേതായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമാണ് മാനവകുലം അനുഭവിച്ച എല്ലാ ദുരിതത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇന്ന് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമൂഹമാണ്. ഈസ്റ്റർ നമുക്ക് കാണിച്ചു തരുന്നൊരു വഴിയുണ്ട്. കാരണം നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കുറേ കഥകൾ വായിച്ചുകൊണ്ടാൽ കുറേ ആചാരങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ വീണ്ടെടുപ്പ് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് ക്രിസ്തു നമുക്ക് കൊണ്ടുവരണം. ആ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ
ഇങ്ങനെയാണ് പറയുക, യേശു ക്രിസ്തു കുരിശിനെ ഉത്ഥാനത്തിലുള്ള മാർഗമായി സ്വീകരിച്ചു എന്നാണ് പറയാം. അപ്പോൾ ഉത്ഥാനത്തിലേക്കുള്ള പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യവംശം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും, ഇന്ന് മാനവൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും ദുഃഖത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം പാപമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലം, അതിനകത്ത് 2-3 പാപങ്ങളുണ്ട്. ഉത്ഭവ പാപത്തിൻ്റെ ഫലം, 2 നമ്മൾ ഓരോരുത്തർ അതിനുശേഷം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലം, പിന്നെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഫലം. അപ്പോൾ ഈ ഇങ്ങനെ 3 തരത്തിലുള്ള പാപഫലമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെ അടിസ്ഥാന കാരണം. ഈ പാപത്തിൽ നിന്നും ദൈവം നമ്മളെ വിമോചിക്കും. പാപത്തിൻ്റെ ഫലത്തിലും നമ്മളെ പരിപൂർണമായി മോചിപ്പിച്ചിരിക്കപ്പെട്ട സമൂഹമാണ്. എന്നിട്ട് നമുക്ക് ഒരു ഉയർപ്പ്, ഒരു ഉദ്ധാനം സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ഈ ഉയർപ്പിലേക്കുള്ള വഴിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന അടിച്ചമർത്തപ്പെട്ട പാപത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വീഴ്ചകളും ഉയർപ്പിക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിലേക്കുള്ള വഴിയാണ് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം യേശു കുരിശിനെ ഉത്ഥാനത്തിനുള്ള മാർഗമായി സ്വീകരിച്ചു എന്നാണ് പറയാം. So this is the central point of the eternal gospel. സനാതന സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ സഹനം കുരിശാണ്. അതിൻ്റെ മറുവശമാണ് സ്നേഹം. എന്തിനാണ് ഇവൻ ഇത്രയും പാടുപീഡകൾ സഹിച്ച് അതിദാരുണമായി ഇത്രയും വേദനാജനകമായ ഒരു കുരിശു മരണത്തിന് എന്താണ് യേശുവിനെ പ്രേരിപ്പിക്കുന്നത്? അത് ഈ ലോകത്തിലെ മക്കളോടുള്ള സ്നേഹമാണ്. അപ്പം ഈ സ്നേഹമായി തീരുക, അതാണ് പരിശുദ്ധി എന്ന് പറയുന്നത്. സ്നേഹപൂർണ്ണതയ്ക്ക് പറയുന്ന പേരാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സ്നേഹപൂർണ്ണത പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താ? നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുക, പരിത്യജിക്കുക. ഇതുകൊണ്ടാണ് വചനം നമ്മളോട് പറയുന്നുണ്ട്, മത്തായി സുവിശേഷം. സോ ദിസ് ഈസ് ദ സെൻറ്റർ പോയിന്റ് ഓഫ് ദി ഇറ്റേണൽ ഗോസ്പൽ. ഓക്കെ, നമ്മൾ ഈ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കാറില്ല. നമ്മളെല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ മാറുന്നില്ല. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പ്രശ്നങ്ങളെ രക്ഷാകരമാക്കുക, പ്രശ്നങ്ങളെ വിശുദ്ധീകരണത്തിന് കാരണമാക്കുക. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് യേശു സംസാരിച്ചപ്പോൾ തൻ്റെ 1-ാം പ്രവചനം പറയുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. 21-ാമത്തെ, അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. സോ തൻ്റെ മഹത്വീകരണത്തിലുള്ള സമയമായെന്ന് ഈശോയ്ക്ക് സമയം മനസ്സിലാവും. പക്ഷേ ഈ മഹത്വത്തിലേക്കുള്ള വഴി എന്താണ്? മഹത്വത്തിലേക്കുള്ള വഴി കുരിശെടുക്കുക, കുരിശിൻ്റെ വഴിയാണ്. അപ്പോൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ പത്രോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, യേശു തിരിഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് അവനെ മാറ്റി നിർത്തി. പത്രോസ് പതുക്കെ ലീഡറാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ജെറൂസലേമിലേക്ക് നമ്മൾ പോവാണ്, അവിടെ ചെന്ന് എനിക്ക് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ പത്രോസ്ലീഹ പറയുകയാണ്, അയ്യോ ഇങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് പറയാം, പത്രോസിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പം വളരെ ആശ്വാസകരമായൊരു വാക്കാണ് പത്രോസ്ലീഹ പറയുന്നത്. തൻ്റെ ഗുരുവിന് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗുരു പറയും, അയ്യോ അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇതൊന്നും ദൈവം അനുവദിക്കത്തില്ല, ഇതൊക്കെ നിനക്കൊരു തോന്നണതാണെന്ന് പറയുകയാണ്. അപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. അപ്പോൾ സ്വന്തം അരുമ ശിഷ്യനെ വിളിക്കുന്ന പേരാണ് സാത്താൻ. ഈ സാത്താൻ ഇന്ന് നമ്മളിലെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ആൻഡ് ദിസ് ആൻറ്റി ക്രൈസ്റ്റ് എലമെൻറ്റ് ഈസ് വെരി മച്ച് ആക്റ്റീവ് ഇൻ us. ഇവനെ പുറത്താക്കാതെ ക്രിസ്ത്യാനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ സംവിധാനത്തിലും എന്താണ് ഈ ആൻറ്റി ക്രൈസ്റ്റ്? ദൈവഹിതത്തിന് എതിര് നിൽക്കുന്നവൻ്റെ പേരാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നത്. ഓക്കെ, ദൈവത്തിന് മനുഷ്യവംശത്തെക്കുറിച്ചുള്ള പദ്ധതിക്ക് എതിര് നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യകുലം എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന ദൈവപിതാവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ. കാരണം എന്തിനാ രക്ഷ?
പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണതഫലത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാപം ഉണ്ടാക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് വന്ന് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തെ പോലെ ആയിത്തീരുക എന്ന ആ മനോഹരമായ പദ്ധതി ജെറമ്യാ 29:11 പറയുന്ന ആ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലാൻ നമ്മളിൽ സ്വാഭാവികം സംഭവിക്കണം. ഇതാണ് ദൈവത്തിനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ഈ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്കുള്ള വഴി എന്താണ്, ഇതിലേക്കുള്ള വഴി എന്താണെന്ന് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 16 അടുത്തിലേക്ക് വരാം. യേശു 24-ാമത്തെ വചനം. ഇപ്പം ഇങ്ങനെ വന്നപ്പം പത്രോസ്ലീഹ ഇങ്ങനെ ഒരു ഉടക്ക് പറഞ്ഞപ്പോൾ യേശു വളരെ ക്ലിയർ ആയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദിസ് ഈസ് ദ എസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ദിസ് ഈസ് ദ എസെൻസ് ഓഫ് ഇറ്റേണൽ ഗോസ്പൽ. ഓക്കെ, എന്നിട്ട് പറയാം, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കാൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. അപ്പോൾ പരിത്യജിക്കുക, ബലിയായി തീരുക, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. ഈ വിളിയിൽ നിന്നും ഈ വഴിയിൽ നിന്നും ഒരു ക്രിസ്ത്യാനി മാറി ജീവിക്കുന്നു, അവിടെ നമ്മുടെ ജീവിതം, നമ്മുടെ അസ്തിത്വം തന്നെ കുളം തോണ്ടപ്പെടുക. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് റേഷ്യോയിൽ ചില മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു. ഞാൻ അതിൻ്റെ മാത്തമാറ്റിക്സിലേക്ക് പോയിട്ടില്ല. ഒൺലി തിങ് ഇസ് വെരി ക്ലിയർ. ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹിന്ദുസ് നമ്മുടെ രണ്ടുപേരും, ക്രിസ്ത്യാനിറ്റി തീർന്നു പോവും, ഹിന്ദുസ് 10-20 വർഷത്തിനകത്ത് കേരളത്തിലൊരു മൈനോറിറ്റി ആയിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസ്തിത്വം തന്നെ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി വളരുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റി വളരുന്നതിൻ്റെ ഒരു കാര്യം ഇതെല്ലാം ബൈബിൾ പ്രിൻസിപ്പിളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോയോട് വളരെ ക്ലിയറായിട്ട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കും. മഹത്വം എന്ന് പറഞ്ഞാൽ ഉത്ഥാനം, തൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഉയർപ്പ്, അതിലെ മഹത്വത്തിലേക്ക് വരാൻ സമയമായി. പക്ഷെ അതിലേക്കുള്ള വഴി എന്താണ്? വഴി ഇവിടെ വളരെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. വളരെ ക്ലിയറാണ്. യേശു എന്ന ഉദ്ധിതനായ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ. യേശു ഉദ്ധാനം ചെയ്ത് ഈ ലോകത്തുള്ള സകല അടിമത്തത്തിലും പാപത്തിലും സകല ബന്ധനത്തിലും മരണത്തിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ക്രൈസ്തവൻ ഈ ലോകത്തിൽ ഒന്നിനും നിന്നെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. ബിക്കോസ് യു ബിലോങ് ടു ക്രൈസ്റ്റ്. അപ്പോൾ ഈ ഉദ്ധാനത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈശോ വളരെ കൃത്യമായിട്ട് പറയണം. അത് അഴുകുക, ശൂന്യവൽക്കരിക്കുക, പരിത്യജിക്കുക, ബലിയായിത്തീരുക. ഗോതമ്പും മണിയും നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതങ്ങനെ ഇരിക്കും. അത് അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഇവിടെയാണ് നമ്മൾ വിവാഹ ജീവിതം. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു, ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ മരണനിരക്ക് കുറവാന്ന് പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ മാതൃത്വം, പിതൃത്വമാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. ഈ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ വ്യക്തമാണ്. ദൈവം 3 വ്യക്തികളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം, തങ്ങൾ തമ്മിലുള്ള ആ സ്വയം ദാനമാകുന്ന ആ സ്നേഹം പിതാവ് തന്നെ പരിപൂർണമായി പുത്രന് നൽകുകയാണ്. പുത്രൻ പിതാവിൻ്റെ സ്നേഹം സ്വീകരിച്ച് അത് തിരിച്ച് പിതാവിന് നൽകുകയാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മ. ഇതാണ് ത്രിത്വൈക ദൈവം. ദൈവം സ്നേഹമാണ്. ദിസ് ഈസ് ദ ഇറ്റേണൽ ഗോസ്പൽ എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണ് എന്ന് ലോകത്തിൽ ഒരു മതഗ്രന്ഥവും എഴുതി വച്ചിട്ടില്ല. അത് എഴുതി വെക്കാൻ സാധ്യമല്ല. കാരണം ദൈവം സ്നേഹമാണെങ്കിൽ അതിൽ 2 പേര് മിനിമം ഉണ്ടായിരിക്കണം. 3ാമത്തെ ഒരാളും കൂടി അതിൽ വരുന്നത്. കാരണം ആ സ്നേഹത്തിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. സ്നേഹം എവിടെയുണ്ടോ
അവിടെ ഒരു ഫലമുണ്ടാവും. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവ്. ഈ ഛായയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓക്കെ, ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന്, അല്ല കേരളത്തിൽ നിന്നും ലോകത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടുകൊണ്ട് കാരണം എന്താണ്? നമ്മുടെ വിളി സ്നേഹിക്കുക എന്നുള്ള. അപ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എങ്ങനെ സൃഷ്ടിച്ചു? പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. എന്തിനാണ് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത്? ഒറ്റ പർപ്പസേ ഉള്ളൂ, ടു ബ്രിങ് ഫോർത്ത് ദ പവർ. അല്ലെങ്കിൽ ഈ ദൈവം എന്ന് പറഞ്ഞ അരൂപിയാണ്. ഈ അരൂപിയായ ദൈവത്തെ ദൃശ്യമാക്കുക. എങ്ങനെ? സ്ത്രീയും പുരുഷനും അവരുടെ സ്നേഹം വഴി. അങ്ങനെ നിങ്ങൾ പിതാവും പുത്രനും സ്നേഹിക്കുന്നത് പോലെ, അവരൊന്നായിരിക്കുന്നത് പോലെ സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ഒന്നായി തീരണം. ആ ഒന്നായി തീരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മാതൃത്വം, പിതൃത്വം. ഇങ്ങനെ നമ്മൾ സ്നേഹം ഒന്നായി തീരുമ്പോൾ അവിടെ ഒരു ഫലമുണ്ടാകും, അതാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ ത്രിത്വൈക ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിച്ഛായയായി അല്ലെങ്കിൽ പുരുഷന്മാരെ അല്ലെങ്കിൽ പ്രതിബിംബമായി ഈ ഭൂമിയിൽ ദൈവത്തെ അവതരിപ്പിക്കുക. ഇതാണ് പുരുഷ സ്ത്രീ ഒന്ന് ചേർന്നതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇന്ന് നമ്മൾ ഈ സത്യത്തിൽ അതൊരു ബലിജീവിതമാണ്, അതൊരു പരിത്യാഗത്തിൻ്റെ ജീവിതമാണ്. അതിലേറ്റവും പ്രധാനമാണ് മാതൃത്വം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ മാതൃത്വത്തിൽ, ഒരു പുരുഷൻ പിതൃത്വത്തിലേക്ക് വളരണം. ഈ വളർച്ചയുടെ പേരാണ് ദൈവത്വത്തിലേക്കുള്ള വളർച്ച. അത് ഗോതമ്പ് മണി നിലത്തിൽ അഴിയുന്നത്. ഇന്ന് ഇങ്ങനെ അഴിഞ്ഞു തീരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ പല ദമ്പതിമാർ ലോകത്തിലുണ്ട്, പല കുടുംബങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷേ ഈ സത്യത്തിലേക്ക് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം സഹോദരങ്ങൾ. ആൻഡ് ഐ അപ്രീഷിയേറ്റ്. കാരണം അവർക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ബൈബിളിൽ നിന്ന് കിട്ടിയതാണ്. ഖുറാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം കൂടി കൂട്ടിച്ചേർത്തൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നിട്ട് കാര്യങ്ങൾ തന്നെയാണ് അവരെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസവും ഈ അഴുകിത്തീരുക, ബലിയായി തീരുക എന്നൊരു പ്രോസസ്സിൽ നിന്ന് മാറി നമ്മൾ സ്വന്തം സുഖവും സ്വന്തം സൗകര്യങ്ങളും കുറച്ച് പണം ഉണ്ടാക്കാനും സൗകര്യത്തിന് പുറകെ പോയപ്പോൾ ഈ കമ്മ്യൂണിറ്റി അവർ വില കൊടുക്കാൻ തയ്യാറായി, അവരഴുകാൻ തയ്യാറായി. അതാണ് മാതൃത്വം, പിതൃത്വം എന്ന് പറയുന്നത്. അങ്ങനെ അഴുകാൻ തയ്യാറിൻ്റെ ഫലമായതുകൊണ്ട് എന്തുണ്ടാകുന്നു? അവരിൽ ദൈവത്തിൻ്റെ കൃപ സ്വാഭാവികമുണ്ടാകും. കാരണം ദൈവത്തെ സംബന്ധിച്ച് നീ ഹിന്ദുവാണോ മുസ്ലിമാണോ ദൈവം നോക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ഏത് പരിപാടി ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം അതിനെ സഹായിക്കും, ആശീർവദിക്കും, അനുഗ്രഹിക്കും. ദൈവത്തിന് ജാതി മതമില്ല. അതുകൊണ്ട് ഈ ബലിയാകുന്ന പ്രോസസ്സ്, കാരണം ക്രിസ്തു നമ്മുടെ മുമ്പിലൊരു രീതി വെച്ചിട്ടുണ്ട്, ബലിയായി തീരുക. അവൻ്റെ ശരീരവും രക്തവും സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി അവൻ നൽകുകയാണ്. ഇതേപോലൊരു സ്ത്രീയും പുരുഷനും പരസ്പരം നൽകുന്നത് ഫലമായി അവർ ഒരു ദൈവിക പൊസിഷനിലേക്ക് വരികയാണ്. അവർ മാതാവും പിതാവുമായിട്ട് മാറുകയാണ്. അങ്ങനെ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് മാതൃത്വ പിതൃത്വം വരുന്നത് ഒരു അഴുകലാണ്. ഗോതമ്പണി അഴുകുന്നത് പോലെ ഒരു കുരിശിൻ്റെ വഴിയാണ്, ഒരു പരിത്യാഗത്തിൻ്റെ വഴിയാണ്. ഈ പരിത്യാഗത്തിൻ്റെ വഴി കൂടി പോകുമ്പോൾ അവിടെ ജീവനുണ്ടാവും, അവിടെ കൃപയുണ്ടാവും, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇതിൽ നിന്ന് മാറി നമ്മൾ ആദത്തിൻ്റെ ഹവ്വയുടെ പോലെ നമ്മുടെ പിള്ളേരെ പഴം പറിക്കാനാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ പഴം പറിപ്പിക്കാൻ പണത്തിൻ്റെ പുറകെ ഓടിച്ച് സുഖസൗകര്യങ്ങൾ ഓടിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായി? നമ്മുടെ ജീവിതത്തിൻ്റെ അത് ചില ഡിസോർഡറുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസോർഡറുകളെക്കുറിച്ച് ഞാൻ അടുത്ത സെഷനിൽ പഠിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഴുകുക, അപരന് വേണ്ടി ഇല്ലാതായി തീരുക, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ബലിയായി തീരുന്നത് വഴി മാത്രമാണ് മനുഷ്യ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ പോലെയാവുക. ദൈവത്തെ പോലെയാകാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അവനെങ്ങനെയാണ് ഈ മഹത്വത്തിലേക്ക് എത്തിയത്? അവൻ തൻ്റെ ഉത്ഥാനത്തിലൂടെ എത്തിയെങ്കിൽ ആ ഉത്ഥാനത്തിലേക്കുള്ള വഴി എന്താണ്? കുരിശ് അവൻ സ്വീകരിച്ചതാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശ് മരണത്തോളം പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ തയ്യാറാകുന്നിടത്ത് ഉത്ഥാന അനുഭവം നമ്മളെ തേടി വരും. ജീവൻ്റെ സമൃദ്ധിയിൽ അവൻ നിറയും. അപ്പോൾ യേശുക്രിസ്തു വന്നിരിക്കുകയാണ് ജീവനുണ്ടാകണം, സമൃദ്ധമായിട്ടുണ്ടാകണം. നമ്മളെ ദൈവിക മഹത്വത്തിൽ പങ്കുകാരാക്കാൻ വേണ്ടി. പക്ഷേ ദൈവിക മഹത്വത്തിലേക്കുള്ള വഴി എന്താണ്? അഴിയപ്പെടാനും ശൂന്യവൽക്കരിക്കപ്പെടാനും കുരിശ് മരണത്തോളം പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ തയ്യാറാകണം.
നമ്മൾ ഈ രീതിയിൽ നിന്ന് മാറിപ്പോയി. ഈ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ കിട്ടാനുള്ള വഴികൾ പറഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുവിശേഷ പ്രഘോഷണം വഴി മാറിപ്പോയി. അതുകൊണ്ട് വി ഹാവ് ടു പ്രിപ്പയർ എ ന്യൂ ജനറേഷൻ ടു ഡിനൈ ദെയർ ലൈഫ് ആൻഡ് ടു ക്യാരി ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് സ്വന്തം പരിത്യജിക്കുവാനും ആ ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള ആ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും കുരിശുകളും വഹിക്കാൻ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സുവിശേഷം നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കുള്ളൂ. അത് മാത്രമേ ക്രിസ്തീയ സമൂഹത്തിന് ഈ ലോകത്ത് എന്തെങ്കിലും കൃപയാനുഗ്രഹം കൊണ്ടുതരുള്ളൂ. ഇതിന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് മാതൃത്വം പിതൃത്വം. അതിന്ന് ഇസ്ലാം കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇതിന് കുറേ ലൗകായതികത കടന്നതിന് പല അവർക്ക് മാറുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ വലിയൊരു വില കൊടുത്തൊരു കമ്മ്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളെ. ഐ റിയലി സല്യൂട്ട് those wonderful wives and mothers. Your sacrifice is equal to the sacrifice of cross on the Calvary. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീ 9 മാസം ഗർഭിണിയായും വേദനയോട് പ്രസവിച്ച് തൻ്റെ മാറിലെ രക്തം പാലായി കൊടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി അഴുകി ഇല്ലാതാകും. അങ്ങനെ 10-12 കുഞ്ഞുങ്ങൾക്ക് അഴുകി ഇല്ലാതാകുന്നത് അത് ദൈവത്വത്തിലേക്കുള്ള വിളി തന്നെയാണ്. പക്ഷേ നമ്മളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. അതിന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. അതുകൊണ്ട് ഈ പ്രവൃത്തി മാത്രം നമ്മളെ വിശുദ്ധീകരിക്കത്തില്ല, ആ പ്രവൃത്തി ദൈവികമാണ്. പക്ഷേ നമ്മൾ പാപത്തിൽ മോചിക്കപ്പെട്ട് ഇതേപോലെ ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും ഇതുപോലെ കുറേ അമ്മമാരും അപ്പന്മാരും അഴുകി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് കേരള സഭ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് പുതിയ തലമുറ ഇങ്ങനെ അഴുകാനും ഇല്ലാതാകാനും തയ്യാറല്ല, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നയിക്കുന്നില്ല. ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് യേശു വളരെ കൃത്യമാണ്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. അപ്പം നിത്യജീവനിലേക്കുള്ള വഴി അഴുകുക, ഇല്ലാതാക്കുക, പരിത്യജിക്കുക. ഓക്കെ, ഈ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. ദർ ഇസ് ഓൺലി ലൈഫ്. അവിടെ മാത്രമേ ജീവൻ്റെ സമൃദ്ധിയുള്ളൂ. അവിടെ മാത്രമേ ഉത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാവുള്ളൂ. സോ ഈ ഒരു സുവിശേഷം നമുക്ക് പ്രഘോഷിച്ച് തുടങ്ങാം. ഇതിന് നമ്മുടെ പിള്ളേരെ, നമ്മുടെ കൂട്ടുകാരെ, മക്കളെയൊക്കെ നമുക്ക് ഒരുക്കണം. കുരിശെടുക്കാൻ പഠിപ്പിക്കുക, സ്വന്തം താല്പര്യം പരിത്യജിക്കാനും അവരന് വേണ്ടി ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഗോസ്പൽ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.